അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന സ്പാനിഷ് ക്ലബിന് ഒരു പഴയ കാലമുണ്ട്. അതായത് 2000-ൻ്റെ തുടക്കത്തിൽ ഇന്ന് കാണുന്ന പ്രൗഢിയോ പെരുമയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അന്നത്തെ മോശം പ്രകടനം കാരണം ലാലിഗയിലെ സെക്കൻഡ് ഡിവിഷനായ സെഗുണ്ട ഡിവിഷനിലേക്ക് വരെ അവർ റെലഗേഷൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ 2 വർഷത്തോളം ലാലിഗയിലെ സെക്കൻഡ് ഡിവിഷനിലാണ് അവർ പന്ത് തട്ടിയത്. എന്നാൽ ഒരുപാട് പ്രതീക്ഷയോടെ അവർക്ക് ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ ലഭിച്ചെങ്കിലും 9ഉം 10ഉം സ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന പേര് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കിരീടം പോയിട്ട് അതൊന്ന് സ്വപ്നം കാണാൻ പോലും അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പുതിയ പരിശീലകനെ മെട്രോപൊളിറ്റാനോ മൈതാനത്തേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് കൊണ്ടുവരുന്നത്. എന്നാൽ അയാളുടെ വരവിന് ശേഷം ആ ക്ലബിന് എന്ത് സംഭവിച്ചു എന്നതിന് ഇന്നിൻ്റെ കാൽപന്ത് ലോകം സാക്ഷിയാണ്. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ട്രാൻസ്ഫർ വിൻഡോയിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ മുതലെടുക്കുന്ന, അതായത് അത്രയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിലൊക്കെ നമ്മൾ പ്രശംസിക്കേണ്ടത് അർജന്റീൻ പരിശീലകനായ സിമിയോണി എന്ന ആ മനുഷ്യൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബ്ബ് 2000-ന് മുമ്പ് യാതൊരു തരത്തിലുള്ള ഒരു പേരും പ്രശംസയും ഒന്നുമില്ലാത്ത ടീമായിരുന്നു. അതായത് പല തവണ അവർ ലാലിഗയുടെ സെക്കൻഡ് ഡിവിഷനിലേക്ക് കൂപ്പ് കുത്തിയ ടീമായിരുന്നു അത്. പിന്നീട് അവർ ഫസ്റ്റ് ഡിവിഷനിലേക്ക് കയറി വന്നെങ്കിലും 9ഉം 10ഉം സ്ഥാനങ്ങൾ മാത്രമായിരുന്നു അവരുടെ പേര് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് യാതൊരു ട്രോഫിയോ പേരൊന്നും ഇല്ലാത്തൊരു ടീമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ടീം. പക്ഷേ 2000-ന് ശേഷം 2000-ന് തുടക്കത്തിൽ ഈ സിമിയോണി എന്ന പരിശീലകൻ അവിടെ വന്നത് മുതൽ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് ആ ടീമിൽ കാണാൻ സാധിച്ചത്. അതായത് അദ്ദേഹം വന്നതിന് ശേഷം 2 ലാലിഗ ടൈറ്റിലും കോപ്പ ഡെൽ റേയും 2 തവണ യൂറോപ്പ ലീഗും 2 യുഎഫ സൂപ്പർ കപ്പ് മുതൽ അങ്ങനെ ഒരുപിടി നേട്ടങ്ങളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബിനുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിമിയോണി എന്ന പരിശീലകൻ വന്നതിന് ശേഷമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബ്ബിൽ ഒരു പിടി മിന്നും താരങ്ങളെ, അതായത് ഗോളടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള നല്ല കിടിലം യൂറോപ്യൻ സ്ട്രൈക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ടോറസും ഫാൽക്കോവയും ഫോർലാനും അഗ്യൂറോ, ഡേവിഡ് വിയ, സുവാരസ്, അങ്ങനെ ഡീഗോ കോസ്റ്റ മുതൽ മിന്നും താരങ്ങളെ നമുക്ക് ഈ മനുഷ്യൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവരൊക്കെ മാക്സിമം നിറഞ്ഞാടിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ക്ലബ്ബ് ഇന്ന് ഇവിടെ പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം അത്രയും, അതായത് സിമിയോണി സിസ്റ്റത്തിൽ അവിടെ ആപ്റ്റായിരുന്നു. സിമിയോണി സിസ്റ്റത്തിൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് അവർ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസ് നൽകിയിട്ടാണ് അവിടെ നിന്ന് പടിയിറങ്ങിയത്. സിമിയോണിയുടെ കീഴിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ടീമിന് നേടാൻ കഴിയാത്ത ട്രോഫികളില്ല, ഒന്നൊഴികെ. UCL കിരീടം മാത്രമാണ് ഇനി അവരുടെ മുമ്പിലുള്ള ഒരു കടമ്പ എന്നുള്ളത്. അവർ രണ്ട് തവണ UCLൻ്റെ ഫൈനൽ വേദി വരെ എത്തിയെങ്കിലും അവസാനം കിരീടം നേടാനൊക്കെ സാധിച്ചിട്ടില്ല. 2 തവണയും ആ വേദിയിൽ നിന്ന് കണ്ണീരോടെ മടങ്ങാൻ മാത്രമായിരുന്നു അവരുടെ വിധി. എന്നാൽ അതിനെയെല്ലാം മറികടക്കാനാണ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്വാഡിനെ അദ്ദേഹം റീവാം ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗത്ത് ബാർസയും റയലും ടീമിനെ സെറ്റാക്കി എടുക്കുമ്പോൾ അവരോടൊക്കെ കിടപിടിക്കാൻ, അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മികച്ച സ്ക്വാഡിനെ തന്നെയാണ് സിമിയോണി ഈ വർഷത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ടീമിനെ സെറ്റാക്കി എടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹൂലിയൻ അൽവാരസ് എന്ന താരത്തെ 98 മില്യണൊക്കെ മുടക്കി അവർ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തട്ടത്തിൽ എത്തിക്കുന്നത്. അതിലൊരുപാട് അധികം വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉയർത്തിയിരുന്നു. കാരണം ഇത്രയും മില്യൺ മുടക്കി ഒരു താരത്തെ സൈൻ ചെയ്യണോ എന്നായിരുന്നു അവരുടെയൊക്കെ ചോദ്യം. നമുക്കറിയാം, അൽവാരസ് എന്ന താരം ഒരുപാട് ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. പക്ഷേ ഇത്രയും മില്യൺ മുടക്കി, കാരണം സിറ്റി വെറും 15-16 മില്യൺ മുടക്കി കൊണ്ടുവന്ന താരമായിരുന്നു ഹുലിയൻ അൽവാരസ്. ആ താരത്തിന് ഡബിളല്ല ട്രിപ്പിൾ ഇരട്ടിക്ക് ഇവർ വാങ്ങണമെന്നൊക്കെ ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. പക്ഷേ ഈ സിമിയോണി എന്ന ഈ കോച്ച് ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ കണ്ടാണ് ഈ സൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അവരുടെ സ്കോഡിലേക്ക് നോക്കുകയാണെങ്കിൽ മുന്നേറ്റ നിരയിൽ സോർലോത്ത് എന്നൊരു കിടിലൻ പ്ലെയർ ഉണ്ട്. അത് നല്ലൊരു മികച്ച CF ആണ്. ഫോക്സ് ഇൻ ദ ബോക്സ് എന്നാണ് അദ്ദേഹത്തെ ഒരുപാട് കളി എഴുത്തുകാർ പറയുന്നത്. കാരണം അത്രയും കിടിലൻ ഗോൾ സ്കോറിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ആ ഒരു മുന്നേറ്റ നിരയിലേക്ക് ഹുലിയൻ അൽവാരസിനെ പോലത്തെ ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും കഴിയുന്ന ഒരു ഹുലിയൻ അൽവാരസിനെ പോലത്തെ താരം വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുന്നേറ്റത്തിൽ നല്ല തരത്തിലുള്ള ഒരു മികവാർന്ന പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നത് മുമ്പിൽ കണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ സിമിയോണി എന്ന കോച്ച് ആ അൽവാരസിനെയും ഇത്രയും മില്യൺ മുടക്കി അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയ മറ്റൊരു സൈനിങ്ങാണ് ഗാലഗറിൻ്റെ സൈനിങ്. ചെൽസിയിൽ നിന്നും അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തിയിരിക്കുകയാണ്.
ഈ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്, ഓൾറെഡി നമ്മുടെ സിമിയോണിൻ്റെ സിസ്റ്റത്തിൽ ഒരു വർക്ക് റേറ്റ് ആയിട്ട് മിഡിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഡീപോൾ എന്നത്. അതേ പൊസിഷനിലേക്ക് അത്രയും വർക്ക് റേറ്റോട് കൂടി കളിക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷം ചെൽസിയുടെ അവസ്ഥ നമുക്കറിയാം പരിതാപകരമായിരുന്നു. പക്ഷേ ആ സമയത്തും ആ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോയ വർക്ക് റേറ്റോട് കൂടെ കളിച്ച് നല്ല ഹാർഡ് വർക്ക് ഇട്ട് കളിച്ചൊരു താരമായിരുന്നു ഗാലഗർ എന്നുള്ളത്. ആ താരത്തെയും കൂടി അവർ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്രാവശ്യം മിഡിലേക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ ഒരുപാട് പ്ലസ് പോയിൻ്റ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ലഭിക്കുക. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്ന ഒരു പുതിയ താരമാണ് നോർമൻഡി എന്ന പ്ലെയർ. നോർമൻഡി എന്ന പ്ലെയർ ലാലിഗയിൽ കഴിഞ്ഞ വർഷത്തെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക, അദ്ദേഹത്തിന് ക്വാളിറ്റി തെളിയിച്ച ഒരു താരമാണ്. ബെസ്റ്റ് 1 to 5 ഡിഫൻസിലൊക്കെ അദ്ദേഹത്തിന് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിമിയോണി സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായ ഒരു താരം കൂടിയാണ് ഈ നോർമൻഡി എന്ന പ്ലെയർ. അപ്പോൾ വാസ്തവത്തിൽ എന്താ പറയുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ വിൻഡോ നിറഞ്ഞു കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന സിമിയോണി പടയാണ്. ഇനി എന്താകും യൂറോപ്യൻ പോരാട്ടങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ഭാഗത്ത് ബാർസയും റയലും നിറഞ്ഞാടുമ്പോൾ മറുഭാഗത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് അവർക്ക് വലിയ തരത്തിലുള്ളൊരു വെല്ലുവിളിയാകാൻ പോവുകയാണ്. കാരണം അവരുടെ ലക്ഷ്യം ഒരിക്കലും ലാലിഗയോ ഒന്നുമായിരിക്കില്ല. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം UCL നേടുക എന്ന ലക്ഷ്യമാണ്. കാരണം അവർക്ക് കിട്ടാത്തൊരു ട്രോഫി എന്നുള്ളത് UCL ആണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ലഭിക്കാനുള്ള മാക്സിമം കളിയാണ് സിമിയോണി നടത്താൻ പോകുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ അവർ റീവാം ചെയ്തെടുക്കുകയാണ്. ആ സ്കോഡ് തന്നെ സെറ്റാക്കുകയാണ് സിമിയോണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താകും ലാലിഗയിലെ അവസ്ഥ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു ബ്രോ നമ്മൾ കമൻറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഈ ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില തിരക്ക് മൂലം മാത്രം വിട്ടുപോയതാണ്. പക്ഷേ അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ബ്രോക്ക് ഒരുപാട് നന്ദി. സോ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.